ഓഗസ്റ്റ് മാസം 17-ന് ചിങ്ങമാസം ആരംഭിക്കുകയാണ്. 1201 ആണ് തുടങ്ങുന്നത്. 2026 ഓഗസ്റ്റ് വരെ നീളുന്ന പുതുവർഷമാണ്. ഈ വർഷത്തിൽ ഇടവക്കൂറുകാരുടെ പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. കാർത്തിക, മുക്കാലി, രോഹിണി, മകേരം ആദ്യ 2 പാദം അടങ്ങിയ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ ഉള്ളത്. ഇടവക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് 1201 ആണ്ട്. സന്തോഷം, സമാധാനം എന്നിവ ലഭിക്കുന്ന ഒരു വർഷമാണ്. നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് ഇത്. ഇവരുടെ കഷ്ടകാലം മാറിക്കിട്ടുന്ന വർഷമാണ്. ശനിദോഷം മാറിക്കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്ക് ഉള്ളത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവും. വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനം കൂടുതൽ കിട്ടുന്ന വർഷമാണ്. പരമാവധി ഇത് ഉപയോഗപ്പെടുത്തുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. 1201 ആണ്ടിൽ ഇടവക്കൂറുകാർക്ക് ശനി 11-ൽ, അതായത് ലാഭസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് ഈ വർഷം മുഴുവൻ ശനി ഗുണകരമായ ഭാവത്തിലാണ്. വ്യാഴം 2-ൽ ധനഭാവത്തിൽ ആണ് ഉള്ളത്, അതും നല്ലതാണ്. രാഹു 10-ൽ കർമ്മഭാവത്തിൽ ഉള്ളതുകൊണ്ടും അതും ഇവർക്ക് ഗുണകരമാണ്. എന്നാൽ കേതു മാത്രമാണ് ഇവർക്ക് അത്ര ഗുണകരമല്ലാത്തത്. അപ്രതീക്ഷിതമായ ധനനേട്ടം കൈവരുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. സുഹൃത്ത് ബന്ധം ദൃഢമാകുന്നതാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ലഭിച്ചെന്ന് വരാം. ബിസിനസ് പുരോഗതി ഉണ്ടാകും. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് അത് ഗുണകരമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും ലാഭം കിട്ടുവാനും ഒക്കെ സാധ്യത കാണുന്ന വർഷമാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം, അതേപോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണങ്ങൾ എന്നിവയൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടി എന്ന് വരാം. സന്താനലബ്ധി ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് നേട്ടവും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു വർഷമാണ്. പരീക്ഷാ വിജയം ഉണ്ടാവും. പഠനത്തിൽ കൂടുതൽ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഇവരുടെ കർമാധിപനും ഭാഗ്യാധിപനുമായ ശനിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത മേഖലകളിലും ഇവർക്ക് നന്മ ഉണ്ടാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. പുതിയ തൊഴിൽ നേടുവാനും ഉള്ള തൊഴിൽ പുരോഗതി ഉണ്ടാകുവാനും ഒക്കെ അവസരം ഉണ്ടാവുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയോ ശമ്പള വർധനവോ ഒക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. കർഷകർക്ക്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് ഒക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ബിസിനസ് പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഇത് നല്ല കാലമാണ്. ഭൂമി ലാഭം, ക്രയവിക്രയ ലാഭം എന്നിവ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന വർഷമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം. വാഹനം വാങ്ങുന്നതിന് അവസരം ലഭിക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന വർഷമാണ്. ഇവരുടെ അഷ്ടാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ ധനസ്ഥാനത്തായ 2-ൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നതാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഭൂമി ലാഭം, വസ്തു കച്ചവടം വഴിയുണ്ടാവുന്ന നേട്ടങ്ങൾ എന്നിവ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. വീട് വാങ്ങുവാനോ വീട് അറ്റകുറ്റപ്പണി നടത്തുവാനോ ഒക്കെ സാധിക്കുന്നതാണ്. കലാ കായിക രംഗത്തുള്ളവർക്ക് ഏറെ നേട്ടം ഉണ്ടാകുന്ന വർഷമാണ്. ഇവർക്ക് അംഗീകാരവും ബഹുമതിയും ഒക്കെ ലഭിച്ചെന്ന് വരാം. രാഷ്ട്രീയ പ്രവർത്തകർക്കും ഗുണം ലഭിക്കുന്ന വർഷമാണ്. കർമ്മഗുണം, കാര്യവിജയം എന്നിവ ഇടവക്കൂറുകാർക്ക് ഈ കൊല്ലം ഉണ്ടാവുന്നതാണ്. പുതിയ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകുവാനും അവിടെ ജോലി ലഭിക്കുവാനും ഒക്കെ അവസരമുണ്ടാവുന്നതാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കാരണം ഈ സമയത്ത് അവർക്ക് വിദേശ പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ്. കേതു ദോഷഭാവത്തിൽ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ കുടുംബപരമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ ഒക്കെ
സാധ്യത ഉണ്ട്. ഈ വർഷം പ്രധാനമായും 3 ഗ്രഹങ്ങൾ നല്ല ഭാവത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ കേതുവിൻ്റെ ദോഷം ഇവർക്ക് അത്ര ബാധിക്കുന്നതില്ല. എങ്കിലും വർഷാവസാന കാലത്ത്, അതായത് ജൂൺ 2 മുതൽ വ്യാഴം 3ലേക്ക് മാറുന്നത് ഇടവക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല. ദൈവാധീനം ആ സമയത്ത് കുറഞ്ഞിരിക്കുന്നതാണ്. സാമ്പത്തികമായി നഷ്ടമോ ബന്ധുജന വിരോധമോ കുടുംബത്തിൽ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടായേക്കാം. ഈ സമയത്ത് ഇതെല്ലാം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേതു നല്ല ഭാവത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ കേതുദോഷം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവർ മഹാഗണപതിയെ ധ്യാനിക്കേണ്ടതുണ്ട്. ഗണപതി ഹോമം നടത്തുകയും കറുകമാല ചാർത്തുകയും ഒക്കെ വഴിപാടായി ചെയ്യുന്നത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. വിഷ്ണുപ്രീതി നടത്തുന്നതിന് വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ ഉള്ളതൊക്കെ മാറിക്കിട്ടുകയും ഈ വർഷം മുഴുവനും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്.